വെൽക്കം ടു ഈസി ബേസിക് ടൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് ഫങ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ ബേസിക് ടൂളിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ. ഓക്കെ, ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡിഫറൻസിയേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഡെറിവേറ്റീവും അതുപോലെ തന്നെ ഡിഫറൻസിയേഷനും എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, ആൻഡ് ഡിഫറൻസിയേഷൻ. ലെറ്റ് എക്സ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ എ വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. ദാറ്റ് വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. Then we say y is a function of x and we write y is equal to function of x. ഒന്നുമില്ല, രണ്ട് തരത്തിലുള്ള വേരിയബിളുണ്ട്. ആ രണ്ട് വേരിയബിളെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ് എന്നും പറയാം, വൈ എന്നും പറയാം. ഓക്കെ, വേരിയബിൾ രണ്ട് തരത്തിലുണ്ട്, എക്സും വൈയും. ഓക്കെ, എക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തെ നമ്മൾ എന്തെന്ന് പറയും? നമുക്ക് കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സിലുണ്ടാവുന്ന മാറ്റത്തെ ഡെൽറ്റ എക്സ് എന്നും അതുപോലെ തന്നെ വൈയിലുണ്ടാവുന്ന മാറ്റത്തെ നമ്മൾ ഡെൽറ്റ വൈ എന്നും പറയും. ഓക്കെ, അത് ഞാൻ വായിക്കുന്നേ ഉള്ളൂ. ലെറ്റ് ഡെൽറ്റ എക്സ് ബി ആൻ സ്മാൾ ഇൻക്രിമെൻറ്റ് ഇൻ എക്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഇൻക്രിമെൻറ്റ് ഇൻ വൈ ബി ഡെൽറ്റ വൈ. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് പറയുകയാണ് എങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ആരെയും എന്താണ് ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വേരിയബിളാണെന്ത്? എക്സ് എന്ന് പറയുന്നത്. പക്ഷെ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് വേരിയബിളാണ്. ആ വൈ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വൈ എപ്പോഴും എക്സിന് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ദെൻ വി സേ വൈ ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ എന്തെന്ന് പറയാം? എക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? വൈ ഈസ്ക്വൽ ടു എഫ് ഇൻറ്റു എക്സ് എന്ന് പറയാം അല്ലേ? വൈ ഈസ്ക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. സംശയമൊന്നുമില്ലല്ലോ. പിന്നീട് നമ്മൾ പറഞ്ഞു എക്സിലുണ്ടാവുന്ന മാറ്റത്തെ, അതിന് വേരിയബിളിലോ അല്ലെങ്കിൽ എക്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ ഡെൽറ്റ എക്സ് എന്നും അതുപോലെ തന്നെ വൈയിലുണ്ടാവുന്ന മാറ്റത്തെ ഡെൽറ്റ വൈ എന്നും നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ റേഷ്യോ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാറ്റങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നു. അതിനെയാണ് ഇൻക്രിമെൻ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇൻക്രിമെൻ്റൽ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ എക്സിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് വൈയുടെ, അതായത് വൈ എന്ന വേരിയബിളിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻക്രിമെൻ്റൽ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇൻക്രിമെൻ്റൽ റേഷ്യോ, അതിനെയാണ് ഇൻക്രിമെൻ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ എക്സിലുണ്ടാവുന്ന മാറ്റത്തിൽ അനുസരിച്ച് എന്താ? കാരണം വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സിലുണ്ടാവുന്ന മാറ്റത്തിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? വൈയുടെ അളവ് കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും. വൈയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇനി നമുക്ക് പഠിക്കാം. നമ്മൾ കണക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. അതായത് ഡി വൈ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈയും ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സും ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സിന് വാല്യൂ ഉണ്ട്. ഓക്കെ, വാല്യൂ ഉള്ളൊരു സംഭവമാണ് എന്ത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് വൈക്ക് എന്തില്ല? വാല്യൂ ഇല്ല. കാരണം അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയാം. തിരിച്ച് പറയരുത് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് എഴുതരുത്, അത് തെറ്റാണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എന്നിട്ട് വൈ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് എന്താണ് ഡെറിവേറ്റീവും അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ എന്ന് പറയാനുള്ളത്. ഇനി നമുക്കുള്ള കണക്കാണ് കേട്ടോ. കണക്കിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് വേരിയസ് ഫങ്ഷൻസ് പഠിക്കണം, അതിൻ്റെ ഇക്വേഷൻസും പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നേരത്തെ പറയേണ്ടതായിരുന്നു, സോറി. അപ്പോൾ ഡെറിവേറ്റീവ്സ് ഓഫ് വേരിയസ് ഫങ്ഷൻസും അതിൻ്റെ ഇക്വേഷൻസും പഠിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ പറഞ്ഞു. ഒന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്.
അത് സംശയമില്ലല്ലോ. അടുത്ത മൂന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. അതിൻ്റെ ഇക്വേഷനാണ്, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സിൻ്റെ ഇക്വേഷനാണ് 1/2 റൂട്ട് എക്സ്. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് 1/x. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് 1/xൻ്റെ ഇക്വേഷൻ -1/x² ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1/xൻ്റെ ഇക്വേഷൻ 1/x². അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണക്കിൽ പഠിക്കും, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ആൻസർ വരും എന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കും. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഡെറിവേറ്റീവ് ഓഫ് വേരിയസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ഇതാണ്. അപ്പോൾ ഇത് ആദ്യം ബൈ ഹാർട്ട് ചെയ്യുക, അതിനുശേഷം മാത്രമേ നമുക്ക് കണക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചില്ല എങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല, കണക്ക് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ആദ്യം ബൈ ഹാർട്ട് ചെയ്യുക, അതിനുശേഷം കണക്കിലോട്ട് പോകാം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഒരു കുറച്ച് പ്രോബ്ലം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു 6 ആൻഡ് എക്സ് റൈസ് ടു 10. എക്സ് റൈസ് ടു 6നെയും എക്സ് റൈസ് ടു 10നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാണ് നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതാം. എക്സ് റൈസ് ടു 6 ഈക്വൽ ടു dy/dx, അതായത് ഡെറിവേറ്റീവ് ഓഫ് y ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അതിനുശേഷം d ഇൻറ്റു എക്സ് റൈസ് ടു 6. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, nx റൈസ് ടു n-1 അല്ലേ. അപ്പോൾ നമ്മുടെ n ഇവിടെ ഉണ്ട്, 6 ആണ്. പിന്നെ ആ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തത്, അതായത് 6x റൈസ് ടു 6-1. അപ്പോൾ ആൻസർ എത്ര വരും, 6x റൈസ് ടു 5 എന്ന് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ nth ടൈം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷനും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ് റൈസ് ടു 10 അതെങ്ങനെ ചെയ്യും, dy/dx, അതായത് ഡെറിവേറ്റീവ് ഓഫ് y ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഇൻറ്റു എക്സ് റൈസ് ടു 10. അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ എഴുതുക. എക്സ് റൈസ് ടു n ഈക്വൽ ടു nx റൈസ് ടു n-1. അതായത് നമ്മുടെ nth ടൈം ഇവിടെ ഉണ്ട്, ഏതാ, 10. അതിനെന്ത് ചെയ്യുക, 10x മൈനസ് 10-1. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും, 10x റൈസ് ടു 9 എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് 4x². 4x² ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ 6x²നെയും 7x റൈസ് ടു 6നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4x², അതിനെ നമ്മളെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ dy/dx കൊടുക്കുക. അതിനുശേഷം d ഇൻറ്റു 4x² കൊടുക്കുക. ഓക്കെ, ബൈ dx. താഴെ കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ dx കൊടുത്തില്ലായിരുന്നു, പക്ഷേ ഇതിൽ എന്ത് ചെയ്യുക, dxഉം കൂടെ കൊടുക്കുക. അതിനുശേഷം 4നെ വെളിയിലിറക്കിയിട്ട് d ഇൻറ്റു x²/dx എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ മെത്തേഡിൽ തന്നെ, കഴിഞ്ഞ ഒരു കണക്ക് ചെയ്തില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 4 ഇൻറ്റു 2x 2-1 അല്ലേ, റൈസ് ടു 2-1 കേട്ടോ, തെറ്റിപ്പോയതാ. 4 ഇൻറ്റു 2x റൈസ് ടു 2-1. അപ്പോൾ ആൻസർ എങ്ങനെ വരും, 4 ഇൻറ്റു 2x, ആൻസർ 8x വരും. ഓക്കെ, അപ്പോൾ ആ 4നെ വെളിയിറക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ കണക്കിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6x² ആണ്. നമ്മളെങ്ങനെ ചെയ്യും, dy/dx ഈക്വൽ ടു d ഇൻറ്റു 6x². ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യും, 6d ഇൻറ്റു x²/dx, അതായത് 6 ഇൻറ്റു 2x റൈസ് ടു 2-1. നമ്മുടെ nx റൈസ് ടു n-1 ആ ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ 12x എന്ന് വരും.
വേണമെങ്കിൽ 1 മുകളിൽ കൊടുക്കാം. 1 നമ്മൾ പിന്നെ കൊടുക്കാറില്ല കേട്ടോ. 12x എന്ന് വരും ആൻസർ. അപ്പോൾ അതിൽ സംശയമില്ലല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ലേ, 7x raised to 6. അപ്പോൾ ആ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 7x raised to 6 is equal to dy by dx is equal to d into 7x raised to 6 by dx is equal to 7 into 6x raised to 6 minus 1. എത്ര കിട്ടും? 7 into 6 എത്രയാ? 42 x raised to 5. മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച കണക്കുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് ഹോംവർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കണക്കുകൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ പറയണേ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. 7x ക്യൂബ് 6x raised to 5 8x raised to 8. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യുക.